ഹലോ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെയ്ച്ചോറാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 2 കപ്പ് വയനാടൻ കൈമ അരി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന 1 കിലോ അരിയുടെ നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് പിക്ചറിൽ കാണുമ്പോൾ ക്വാണ്ടിറ്റിയൊക്കെ ഇൻഗ്രീഡിയൻസിൻ്റെ ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷേ പറഞ്ഞു തരുന്നത് 2 കപ്പിൻ്റെയാണ്. 10 കാഷ്യൂ നട്ട്സ്, 15 റൈസിൻസ്, 2 ടേബിൾ സ്പൂൺ നെയ്യ്, 2 ഇഞ്ച് നീളത്തിൽ കറുവപ്പട്ട അങ്ങനെ ചെറുതായി പീസസ് ആക്കിയതാണ്, 8 ഗ്രാമ്പൂ, 1 തക്കോലം, 4 ഏലക്ക, 2 വലിയ ഗാർലിക് ക്ലോവ്സ്, 1 ടീസ്പൂൺ ഇഞ്ചി, 1 ഉള്ളി ചെറുതായിട്ടരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, 2-3 തുള്ളി വനില എക്സ്ട്രാക്റ്റ്. അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഉരുകുമ്പോൾ നമുക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്ക് റൈസിൻസ് കൂടി ഇട്ട് കൊടുക്കാം. റൈസിൻസ് നല്ല പഫി ആയിട്ട് ആകുമ്പോഴത്തേന് നമുക്കത് കോരി മാറ്റാം. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്, അതുകൊണ്ട് അവസാനം ഇടാനുള്ളതല്ലേ, അപ്പോൾ കോരി മാറ്റി വെക്കാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെല്ലിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇനി ബാക്കി 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇരിക്കുന്നത് ഇതിനകത്തോട്ടിട്ടിട്ട് കറുവപ്പട്ടയും ഗ്രാമ്പൂവും തക്കോലവും ഇട്ടൊന്ന് മൂപ്പിക്കണം. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഏലക്കയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തതാണിത്. മിക്സിയിൽ ഉണ്ടെങ്കിൽ മിക്സിയിലോട്ട് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. ക്രഷ് ചെയ്തതും ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അത് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് ഉള്ളി ഇട്ടിട്ട് ഒന്ന് വഴറ്റണം. ബ്രൗൺ ആകണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. അതിനകത്തേക്ക് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരുന്ന അരി ഇട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല തീയിലാണ് വെച്ചേക്കുന്നത് കേട്ടോ. നല്ല തീയിൽ വെച്ചിട്ടാണ് ഈ അരി ഇട്ട് കൊടുക്കുന്നത്. 4-5 മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുന്ന പോലെ നമുക്കാവും. എന്നിട്ട് അതിനകത്തേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അത് 3 കപ്പാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് അത് ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് വനില എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കണം. ഒരു 3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. അതില്ലാന്ന് വെച്ചാൽ എസൻസ് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമുക്ക് 20 മിനിറ്റ് അടച്ചു വെച്ചാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. വലിയ ബർണർ ആണെങ്കിൽ ഏറ്റവും ലോ ആയിട്ടുള്ള ഫ്ലെയിമിലാണ് 20 മിനിറ്റ് വെച്ചേക്കേണ്ടത് കേട്ടോ. 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് ഇളക്കാം. ഇത് അടപ്പ് തുറക്കുമ്പം ഭയങ്കര നല്ല മണമാണ്. പിന്നെ ഇത് വയനാടൻ കൈമ വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ബാസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഇതേ ടേസ്റ്റും ആ ഒരു മണവും ഇതൊന്നും ബാസ്മതി റൈസ് വെച്ച് ഉണ്ടാക്കിയാൽ കിട്ടത്തില്ല. നിറവറയുടെ ബ്രാൻഡാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് കാഷ്യൂ നട്ടും റൈസിൻസും വറുത്ത് വെച്ചേക്കുന്നത് ഇട്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യാൻ റെഡിയാക്കാം. ഇത് ചിക്കൻ മസാലയുടെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ ചിക്കൻ മസാലയുടെ റെസിപ്പി പറഞ്ഞു തരാം, അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഇത് സെർവ് ചെയ്യാം. എല്ലാവരും എങ്ങനെയുണ്ടെന്ന് പറയണേ.